നമസ്കാരം. ഞാൻ ശ്രീ കുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അധ തൃതീയോധ്യായഃ, മൂന്നാം അധ്യായം അവതാര വിവരണമാണ് ഈ അധ്യായത്തിൽ. സൂതൻ പറഞ്ഞു, ഭഗവാൻ നാരായണന് ലോക സൃഷ്ടിയിൽ ഇച്ഛ ജനിച്ചപ്പോൾ മഹത്തത്വം, ഷോഡശകല എന്നിവയോടുകൂടിയ വിരാട് പുരുഷ സ്വരൂപത്തെ സ്വീകരിച്ചു. കാരണജലത്തിൽ യോഗനിദ്ര ചെയ്യുന്ന ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഒരു പത്മം ഉണ്ടായി വരികയും ബ്രഹ്മാവ് ഉത്ഭവിക്കുകയും ചെയ്തു. യാതൊരു ഭഗവാന്റെ അവയവസ്ഥാനങ്ങളാണോ ഓരോ ലോകങ്ങളായി കൽപ്പിക്കപ്പെട്ടത്, അപ്രകാരമുള്ള ഭഗവാന്റെ രൂപം വിശുദ്ധവും ശക്തിമത്തും സാത്വികവുമാകുന്നു. അനേകായിരം പാദങ്ങളോടും തുടകളോടും കൈകളോടും മുഖത്തോടും ശിരസ്സുകളോടും കർണങ്ങളോടും നാസികകളോടും കിരീടങ്ങളോടും വസ്ത്രങ്ങളോടും കൂടി ശോഭിക്കുന്ന ഭഗവാന്റെ വിശ്വരൂപം ജ്ഞാനദൃഷ്ടി കൊണ്ട് മാത്രമേ ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. നാനാവതാരങ്ങൾക്ക് നിദാനമായും ബീജമായും വർത്തിക്കുന്നത് ഈ അവ്യയസ്വരൂപമാണ്. അതിൻ്റെ അംശാംശങ്ങളെ കൊണ്ടാണ് ദേവന്മാർ, മനുഷ്യർ, പക്ഷിമൃഗാദികൾ മുതലായവ ഉണ്ടാകുന്നത്. ആ ദേവൻ തന്നെ ആദ്യമായി കൗമാര സർഗത്തെ സ്വീകരിച്ചിട്ട് ബ്രാഹ്മണനായി, അതായത് സനകാദി മുനികളായി ദുഷ്കരമായ അഖണ്ഡ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു. രണ്ടാമതായി ഭഗവാൻ പാതാളത്തിൽ ആഴ്ന്നുപോയ ഭൂമിയെ ഉദ്ധരിക്കാനായി യജ്ഞേശനായ വരാഹമൂർത്തിയായി അവതരിച്ചു. തൃതീയ സർഗത്തിൽ ഭഗവാൻ ദേവർഷിയായ നാരദനായി അവതരിച്ച് കർമ്മനിവൃത്തി വരുത്തുന്ന സാത്വതതന്ത്രം പ്രചരിപ്പിച്ചു. നാലാമത്തെ സർഗത്തിൽ ധർമ്മപ്രജാപതിയുടെ പുത്രന്മാരായ നരനാരായണന്മാരായി അവതരിച്ച് ആത്മശാന്തിക്ക് ഉപയുക്തമായതും അത്യധികം ദുഷ്കരവുമായ തപസ് അനുഷ്ഠിച്ചു. അഞ്ചാം സർഗത്തിൽ ഭഗവാൻ സിദ്ധേശനായ കപിലനായി അവതരിച്ച് നാശത്തെ നേരിടുന്നതും ആത്മതത്വത്തെ നിർണയിക്കുന്നതുമായ സാംഖ്യശാസ്ത്രത്തെ ആസുരിക്ക് ഉപദേശിച്ചു കൊടുത്തു. ആറാം സർഗത്തിൽ ഭഗവാൻ അനസൂയയുടെ അഭ്യർത്ഥന പ്രകാരം അത്രിപുത്രനായ ദത്താത്രേയനായി അവതരിച്ച് അലർക്കൻ, പ്രഹ്ലാദൻ എന്നിവർക്ക് ആത്മവിദ്യ ഉപദേശിച്ചു കൊടുത്തു. ഏഴാം സർഗത്തിൽ രുചി പ്രജാപതിയുടെ പത്നിയായ ആകൂതിയിൽ യജ്ഞൻ എന്ന നാമധേയത്തിൽ അവതരിച്ച് യാമന്മാർ തുടങ്ങിയ ദേവഗണങ്ങളോടുകൂടി സ്വയംഭൂവ മന്വന്തരത്തെ പരിപാലിച്ചു. എട്ടാം സർഗത്തിൽ വിഷ്ണു ഭഗവാൻ നാഭീപത്നിയായ മേരുദേവിയിൽ ഋഷഭൻ എന്ന നാമത്തോടുകൂടി അവതരിച്ച് സർവ ആശ്രമങ്ങളും നമസ്കരിക്കുന്ന സന്യാസമാർഗത്തെ കാണിച്ചു കൊടുത്തു. ഒൻപതാം സർഗത്തിൽ ഋഷിമാരുടെ അഭ്യർത്ഥന പ്രകാരം പൃഥുവായി അവതരിച്ച് ഭൂമിയിൽ നിന്ന് ഔഷധികളെ കറന്നെടുത്ത് ചാക്ഷുഷമന്വന്തരാവസാനത്തിലുണ്ടായ പ്രളയത്തിൽ ഭഗവാൻ വിഷ്ണു മത്സ്യമായി അവതരിച്ച് ഭൂമിയാകുന്ന തോണിയിൽ കയറ്റി വൈവസ്വതമനുവിനെ രക്ഷിച്ചു. 11ാം സർഗത്തിൽ കൂർമ്മമൂർത്തിയായി അവതരിച്ച് ദേവാസുരന്മാർ അമൃതമഥനം നടത്തുമ്പോൾ താഴ്ന്നുപോയ മന്ദരപർവ്വതത്തെ പൃഷ്ഠത്തിൽ ധരിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്നു. 12ാം സർഗത്തിൽ ധന്വന്തരി മൂർത്തിയായി അവതരിച്ചു. 13ാം സർഗത്തിൽ മോഹിനി എന്ന സ്ത്രീരൂപം ധരിച്ച് അസുരന്മാരെ മോഹിപ്പിച്ച് അമൃതകുംഭം വീണ്ടെടുത്ത് ദേവന്മാർക്കു നൽകി. 14ാം സർഗത്തിൽ നരസിംഹ അവതാരത്തെ സ്വീകരിച്ച് പായനെയ്ത്തുകാരൻ ഏരകപ്പുല്ലിനെ എന്ന പോലെ മഹാശക്തനായ ഹിരണ്യകശിപുവിൻ്റെ മാറിടം നഖങ്ങൾ കൊണ്ട് പിളർന്നു. 15ാമത്തെ സർഗത്തിൽ വാമനനായി അവതരിച്ച് ത്രിലോകങ്ങളെ ബലിയിൽ നിന്നും യാചിച്ചു വാങ്ങി ഇന്ദ്രന് നൽകി. 16ാം സർഗത്തിൽ ബ്രാഹ്മണദ്രോഹികളായ രാജാക്കന്മാരെ കണ്ടിട്ട് കുപിതനായി 21 തവണ ക്ഷത്രിയ നിഗ്രഹം ചെയ്ത് ഭൂമിയെ ക്ഷത്രിയരഹിതനാക്കിയ പരശുരാമനായി അവതരിച്ചു. 17ാം സർഗത്തിൽ ജനങ്ങൾ അല്പബുദ്ധികളായിരിക്കുന്നത് കണ്ടിട്ട് വേദവൃക്ഷത്തെ നാനാശാഖകളാക്കിയ വേദവ്യാസനായി പരാശരന് സത്യവതിയിൽ നിന്ന് ജനിച്ചു. പിന്നീട് ഭഗവാൻ ദേവകാര്യം സാധിപ്പിക്കുന്നതിനുള്ള ആഗ്രഹത്തോടുകൂടി ശ്രീരാമാവതാരം സ്വീകരിച്ച് സമുദ്രതരണം മുതലായ വീരകൃത്യങ്ങൾ ചെയ്തു.
19ഉം 20ഉം സർഗത്തിൽ ഭഗവാൻ വൃഷ്ണിവംശത്തിൽ രാമകൃഷ്ണന്മാരായി ജനിച്ച് ഭൂഭാരം ശമിപ്പിച്ചു. പിന്നീട് ഭഗവാൻ കലി പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ സുരദ്വേഷികളെ മോഹിപ്പിക്കുന്നതിനായി അജനസുതൻ്റെ പുത്രനായി ബുദ്ധൻ എന്ന നാമധേയത്തിൽ കീകടദേശത്ത്, അതായത് ഗയയിൽ അവതരിക്കും. പിന്നെ ഭഗവാൻ കലിയുഗ അന്ത്യത്തിൽ ദസ്യുപ്രായേഷു രാജസ്സു, അതായത് രാജാക്കന്മാരോ ഭരണാധികാരികളോ ധർമ്മം മറന്ന് കൊള്ളക്കാരെ പോലെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന അവസ്ഥ വരുമ്പോൾ വിഷ്ണു യശസ്സിൻ്റെ പുത്രനായി കൽക്കിയായി അവതരിക്കും. അല്ലയോ മുനിമാരെ, ഒരിക്കലും വറ്റാത്ത തടാകത്തിൽ നിന്ന് ആയിരക്കണക്കിന് നീർച്ചാലുകൾ ഉണ്ടാകുന്നത് പോലെ സത്വനിധിയായ ഭഗവാന്റെ അവതാരങ്ങളും അനന്തമാകുന്നു. ഋഷിമാരും മുനിമാരും ദേവന്മാരും മനുപുത്രന്മാരും മഹാന്മാരും പ്രജാപതികളുമെല്ലാം ഭഗവാന്റെ കലകൾ തന്നെയാണ്. ഇവരെല്ലാം കലാവതാരങ്ങളും അംശാവതാരങ്ങളും ആകുന്നു. പരംപുരുഷനായ കൃഷ്ണൻ യുഗങ്ങൾ തോറും അവതരിച്ച് അസുരന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്ന ലോകത്തെ രക്ഷിക്കുന്നു. ഭഗവാന്റെ ഇപ്രകാരമുള്ള ജന്മരഹസ്യം യാതൊരുവനാണോ പ്രാതകാലത്തും സന്ധ്യാസമയത്തും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി കീർത്തിക്കപ്പെടുന്നത്, അവൻ ദുഃഖം നിറഞ്ഞ സംസാരത്തിൽ നിന്നും മുക്തനായിത്തീരുന്നു. അരൂപിയും സച്ചിദാനന്ദ സ്വരൂപനുമായ ഭഗവാന്റെ ഈ രൂപം മഹത്തത്വം മുതലായ മായാഗുണങ്ങൾ കൊണ്ട് കൽപ്പിക്കപ്പെട്ടതാണ്. ആകാശത്തിലെ മേഘക്കൂട്ടങ്ങളിലും വായുവിലെ പൊടിപടലത്തിൻ്റെയും സാന്നിധ്യത്തിൽ മന്ദബുദ്ധികൾ അവർക്ക് ആകാരം കൽപ്പിക്കപ്പെടുന്നത് പോലെയാണ് സർവസാക്ഷിയായ ഭഗവാനിൽ നാനാരൂപങ്ങൾ കൽപ്പിക്കപ്പെടുന്നത്. ഇതിനും പുറമെ അവ്യക്തവും ഗുണങ്ങളുമായി യോജിക്കാതിരിക്കുന്നതും ദർശിക്കുന്നതിനോ ശ്രവിക്കുന്നതിനോ സാധിക്കാത്തതുമായ മറ്റൊരു രൂപം കൂടിയുണ്ട്. ഇതാണ് ജീവൻ്റെ പുനർജന്മത്തിന് ആധാരമായിരിക്കുന്നത്. ഇപ്രകാരം അവിദ്യ കൊണ്ട് ആരോപിക്കുന്ന സത്തും അസത്തുമായ ഈ രൂപങ്ങൾ ജ്ഞാനം കൊണ്ട് ഇല്ലാതാക്കിയാൽ ബ്രഹ്മദർശനം സിദ്ധിക്കുന്നു. ഭഗവാനെ ആശ്രയിച്ച് കഴിയുന്ന മായ ആത്മജ്ഞാനികൾക്ക് പരമാനന്ദ സ്വരൂപിണിയും ജ്ഞാനസ്വരൂപിണിയുമായി വർത്തിക്കുന്നു. ജന്മകർമ്മങ്ങളില്ലാത്തവനും ഹൃദയത്തിൽ വർത്തിക്കുന്നവനുമായ ഭഗവാന്റെ വേദോക്തങ്ങളായ കർമ്മങ്ങളും ജന്മങ്ങളും കവികൾ ഇപ്രകാരം വർണ്ണിച്ചിരിക്കുന്നു. സ്വാത്മലീല കൊണ്ട് ഭഗവാൻ ഇക്കാണുന്ന വിശ്വത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. സർവേന്ദ്രിയങ്ങളുടെയും നാഥനും അന്തര്യാമിയായി വർത്തിക്കുന്നവനും സർവസ്വതന്ത്രനുമായ ഭഗവാൻ ഇതിലൊന്നും ബന്ധിക്കപ്പെടാതെ എല്ലാ വിഷയങ്ങളെയും അനുഭവിക്കുന്നു. ഒരു നടനെപ്പോലെ നാനാരൂപങ്ങൾ സ്വീകരിച്ച് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചെയ്യുന്ന ഭഗവാന്റെ ഈ ലീലയെ അജ്ഞാനികൾ അറിയുന്നില്ല. യാതൊരുവനാണോ പരിശുദ്ധമായ ഭക്തിയോടുകൂടി അതിവീര്യവാനും ചക്രപാണിയുമായ ഭഗവാന്റെ പാദകമലങ്ങളെ ആശ്രയിക്കുന്നത്, അവന് പരമപദപ്രാപ്തിയുണ്ടാകുന്നു. അഖില ലോകനാഥനും വാസുദേവനുമായ ഭഗവാനിൽ സർവവും സമർപ്പിച്ചിരിക്കുന്ന നിങ്ങളെ യാതൊരു കാരണവശാലും ഘോരമായ സംസാരം സമീപിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധന്യരായി തീർന്നിരിക്കുന്നു. വേദവ്യാസ മഹാമുനി ഭഗവത് ചരിതത്തോടുകൂടിയതും വേദസാരവുമായ ഭാഗവതമെന്ന ഈ പുരാണം രചിച്ചു. സർവരുടെയും മംഗളവും മോക്ഷവുമാണ് ഇതിൻ്റെ ലക്ഷ്യം. വ്യാസമുനി തന്നെ ഈ പുരാണത്തെ സുപുത്രനും ആത്മജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠനുമായ ശ്രീശുകനെ പഠിപ്പിച്ചു. സർവവേദ ഇതിഹാസങ്ങളുടെയും സാരമായ ഈ പുരാണത്തെ ശ്രീശുകൻ ഗംഗാതീരത്ത് പ്രായോപവേശം ചെയ്തിരിക്കുന്ന പരീക്ഷിത് രാജാവിന് ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഞാനും അത് കേട്ട് പഠിച്ചു. ആ പുരാണത്തെ ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം. ധർമ്മം, ജ്ഞാനം ഇത്യാദികളോടൊത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം കലിബാധയേറ്റ് കാഴ്ച നശിച്ചവർക്ക് കാഴ്ച നൽകുന്നതിനായി പുരാണസൂര്യൻ ഇതാ ഉദിച്ചിരിക്കുന്നു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യാനേ തൃതീയോധ്യായഃ. അങ്ങനെ 3-ാം അധ്യായം സമാപിച്ചു. ഇനി അടുത്ത വീഡിയോയിൽ 4-ാം അധ്യായം. നന്ദി, നമസ്കാരം.